അങ്ങനെ അനിയും നന്ദു ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ്. സമയം 1 മണിയോടടുത്തു. അനിയാണെങ്കിൽ വണ്ടി ഒരു സൈഡാക്കിയിട്ട് നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. ഈ നന്ദു എന്താ റിങ് ചെയ്തിട്ടും എടുക്കാത്തത്? മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കാൻ. അയ്യോ, ഇനിയിപ്പോ അവളുടെ അച്ഛനെങ്ങാനും കണ്ടു കാണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും ഒന്നുകൂടി വിളിച്ചോക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നന്ദു തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അനി ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട്, ആ നന്ദു, നീ എവിടെ, ഇറങ്ങിയോ? നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അനി, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇതേ വീടിന്റെ പുറത്തുണ്ട്. നീ എവിടെ നിൽക്കുന്നത്? അനി, നീ വരുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ഏയ്, ഞാൻ വരുന്നത് ആ സെക്യൂരിറ്റി പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും നീ അവിടെ നിൽക്കാതെ കുറച്ചുകൂടി മുന്നോട്ട് വാ. പിന്നെ എടുക്കാനുള്ളതൊക്കെ എടുത്തില്ലേ? പിന്നീടൊന്നും എടുത്തില്ലെന്ന് പറയരുത്. പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ. നമ്മളെ ഒരു ലോങ് ട്രിപ്പാ പോകുന്നത്. അതിനിടയ്ക്ക് പലതും സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ പിടിച്ചെന്നും ഇരിക്കാം. എന്തിനേയും നേരിടാൻ തീരുമാനിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ തന്നെ അനി നന്ദുവിനെ ഒരു സൈഡിൽ വെച്ച് കാണുന്നുണ്ട്. ആ സമയം അനി ഫോണിലൂടെ പറയുന്നുണ്ട്, ദേ നന്ദു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നന്ദു റോഡ് മുറിഞ്ഞു കിടന്നിട്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അനി, പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എനിക്കാകെ പേടിയാകുന്നു. ഞാൻ 2 മനസ്സോടെയാണ് നിൽക്കുന്നത്. രാവിലെ അച്ഛൻ എഴുന്നേറ്റ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു പറയാൻ പോലും പറ്റില്ല. എടോ, താൻ എന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുടുംബത്തെ മുഴുവൻ ധർമ്മസങ്കടത്തിലാക്കിയിട്ടാ ഞാൻ വരുന്നത്. ദേ നന്ദു, സംസാരിച്ചിരിക്കാൻ ഒട്ടും സമയമില്ല. എന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് ലഗേജസ് എടുക്കാണ്ട്, നീ പെട്ടെന്ന് കയറ്. പിന്നെ അവരൊരു കാർ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ബൈക്കിലെ യാത്ര അത്ര സേഫ് അല്ല, അതുകൊണ്ട് നമുക്ക് ആ കാർ എടുത്ത് പോവാം. അങ്ങനെ അവർ 2 പേരും ആ യാത്ര തുടരാണ്. അങ്ങനെ പോയി അവരുടെ ഫ്രണ്ട്സ് ഉള്ള സ്ഥലത്തെത്തിയിട്ടോ. അപ്പൊ തന്നെ അനിയുടെ ഫ്രണ്ട് അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, അനി, ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. നിങ്ങൾ എവിടെ ഇത്ര നേരം? എടാ നന്ദു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് നേരം വൈകി. ഓ, എന്തായാലും ഇനി ഒട്ടും താമസിക്കണ്ട. ഇപ്പൊ തന്നെ വിട്ടോ. കുറച്ച് കഴിഞ്ഞാലേ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങും. ഇന്നടക്കി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണേ. പൈസയുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ സെറ്റാക്കി തരാം. പൈസയ്ക്ക് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും ഞാൻ പറയാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ വിളിക്കാൻ മടിക്കരുത്. ഇല്ലടാ, എങ്കിൽ പിന്നെ വിട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് വിളിക്കാൻ മറക്കരുത്. എടാ അനി, എന്തായാലും വിളിക്കണേ. അവിടുന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, ഓക്കേടാ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അപ്പൊ അനിയുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ നന്ദു, തനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. തനിക്ക് അനിയോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലേ? അതൊന്നും ആയിരിക്കില്ലടാ, അവക്കെല്ലാരും വിട്ടുവരുന്നതിലുള്ള വിഷമമായിരിക്കും. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അനി, നീ പെട്ടെന്ന് വണ്ടി എടുത്തേ, എനിക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ തോന്നുന്നില്ല. അങ്ങനെ അനി പെട്ടെന്ന് കാർ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അനിയും നന്ദുവും കാറിൽ നിന്ന് സംസാരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, നയനേച്ചി ആയിരിക്കും ആദ്യം എന്നെ വിളിക്കുക. ഞാൻ അവരോടൊക്കെ എന്താ പറയാ? തൽക്കാലം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഒരു നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. തൽക്കാലം അത് വെച്ച് നമുക്ക് നാട്ടിലെ വിവരങ്ങളൊക്കെ അറിയാം. നീ വിഷമിക്കാതിരിക്കുന്നുണ്ടോ? എല്ലാം നമ്മുടെ നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ബാക്കി എപ്പിസോഡിലായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്. പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.